ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ പിടിച്ചു നിൽക്കാൻ വലിയ ആയുധങ്ങളൊന്നും കയ്യിലില്ലെന്ന് വിപണി പഠിച്ചത് ഈ ദിവസങ്ങളിലാണ്. അമേരിക്കയും ചൈനയും തുടക്കമിട്ട വ്യാപാര യുദ്ധത്തിൽ ഓഹരി വിപണികൾ നിലംപറ്റ വീണപ്പോൾ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തിങ്കളാഴ്ച മാത്രം സെൻസെക്സ് 3900 പോയിന്റ് വരെ ഇടിഞ്ഞപ്പോൾ കണ്ടു നിൽക്കാൻ മാത്രമേ വിപണി നിയന്ത്രിക്കുന്നവർക്ക് കഴിഞ്ഞുള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ തീരുവ പ്രതിസന്ധി ഒരു മറ മാത്രമാണ്. ലോകത്തിന്റെ മറച്ചുവെക്കാനാകാത്ത യഥാർത്ഥ സാമ്പത്തിക പ്രതിസന്ധിയാണ് പുറത്തു വരുന്നത് എന്ന വാദത്തിനാണ് ഇപ്പോൾ മേൽക്കൈ. 2008 സാമ്പത്തിക പ്രതിസന്ധി കാലത്തിനു ശേഷം വിപണി ഇങ്ങനെ തകരുന്നത് ആദ്യമാണ്. കോവിഡ് മഹാമാരി കാലത്ത് പോലും ഇത്ര വലിയൊരു വീഴ്ച വിപണിയിലുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ഒരു ദിവസം മാത്രം വിപണിയിൽ നിന്നും ഒലിച്ചുപോയത് 19 ലക്ഷം കോടി രൂപയാണ്. ആ പണം സ്വർണത്തിലുള്ള നിക്ഷേപമായി മാറുന്നതാണ് ലോകമെങ്ങും കാണുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനമന്ത്രിക്ക് എന്താണ് മറുമരുന്ന്? എന്തുകൊണ്ട് ഓഹരി വിപണി തകർന്നു? അമേരിക്കയുടെ തിരിച്ചടി തീരുവയും ചൈനയുടെ പകരത്തിന് പകരം തീരുവയും മാത്രമല്ല ഇപ്പോൾ ഈ വിപണിയെ തളർത്തുന്നത്. വർഷങ്ങളായി വിപണിയിൽ ഉണ്ടായിരുന്ന ദൗർബല്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നൊരു സമയം കൂടിയാണിത്. 2008 സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കൊണ്ടുവന്ന ഉത്തേജക പദ്ധതികളെല്ലാം അവസാനിച്ചു. പിന്നാലെ കോവിഡ് കാലത്തുണ്ടായ മാന്ദ്യം, ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ കൺമുന്നിൽ തെളിയുന്നത്. വിപണി തകരാൻ ഒന്നാമത്തെ കാരണം പണം ഇല്ല എന്നത് തന്നെയാണ്. ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറയും. കൃത്രിമമായി വിപണിയിലേക്ക് എത്തിച്ച പണം കൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കടന്നുപോയത്. അമേരിക്ക പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ആ ഉത്തേജക പദ്ധതികൾ വലിയ പ്രതിസന്ധി നീട്ടിവെക്കുക മാത്രമാണ് ചെയ്തത്. രണ്ടാമത്തെ കാരണം ഈ വിപണിക്ക് ഇനി വളരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എല്ലാ വളർച്ചയ്ക്കും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ നിലനിൽക്കാനുള്ള ഓക്സിജൻ ഇല്ലാതെ വരും. കാറ്റടിച്ചു വീർപ്പിച്ച ബലൂൺ പോലെ അതിന്റെ പരമാവധിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനിയും സമ്മർദ്ദം കൊടുത്താൽ പൊട്ടിത്തകരും. മൂന്നാമത്തെ കാരണം വ്യവസായ വളർച്ച ശരിയായ ദിശയിലായിരുന്നില്ല എന്നത് തന്നെയാണ്. മലയാളിയുടെ ബൈജൂസ് ആപ്പിന് സംഭവിച്ചതുപോലുള്ള നിക്ഷേപ മണ്ടത്തരങ്ങളാണ് വിപണിയിൽ നടക്കുന്നതിൽ പകുതിയും. ഒരു എഡ്യൂക്കേഷൻ ആപ്പിന് എത്ര വരെ പോകാമെന്ന് കണക്കാക്കാതെ നടത്തിയ നിക്ഷേപമാണ് പാഴായിപ്പോയത്. STD ബൂത്തുകൾ ഒരു ഉദാഹരണമാണ്. ടെലികോം വിപ്ലവം STD ബൂത്തുകളിലൂടെയാണെന്ന് കരുതി നാടുനീളെ സ്ഥാപിച്ചപ്പോഴേക്കും മൊബൈൽ ഫോൺ വന്നു. അതോടെ ഈ സ്ഥാപിച്ച ബൂത്തുകളുടെ പണം മുഴുവൻ പാഴായി. അത് ജീവിതമാർഗമായി കരുതിയവർ പെരുവഴിയിലും. അക്കാലത്ത് നാടുനീളെ സ്ഥാപിച്ച കേബിളുകൾ പാഴായി. എത്ര ലക്ഷം കോടിയുടെ കേബിളുകളാണ് വഴിയരികിൽ മണ്ണിനടിയിൽ കിടക്കുന്നത്? ഇതുപോലെ നടത്തിയ നിക്ഷേപങ്ങളാണ് ദിശയറിയാതെ സംഭവിച്ചത്. ഈ ഒലിച്ചുപോയ കോടികളെല്ലാം സാധാരണക്കാരുടെ പണമായിരുന്നു. ഇത്തരം വ്യവസായ തകർച്ചകളിൽ നഷ്ടം സംഭവിക്കുന്നത് കൂടുതലും സാധാരണക്കാർക്കാണ്. നിക്ഷേപകർ ഊറ്റിയെടുക്കാവുന്നതിന്റെ പരമാവധിയിൽ നിന്നും അടുത്ത മേഖലയിലേക്ക് തിരിയും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ വ്യാപകമായി പിന്മാറുകയായിരുന്നു. അതിന്റെ ലക്ഷണമായിരുന്നു സ്വർണത്തിന്റെ വിലക്കയറ്റം. വിപണിയിൽ നിന്നും പിൻവലിക്കുന്ന പണം നേരെ എത്തിയത് സ്വർണത്തിലായിരുന്നു. ഓരോ തവണയും വിവിധ മാർഗങ്ങളിലൂടെ പണം എത്തിച്ച് വിപണി ചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നിഷ്ഫലമാണെന്ന് തെളിഞ്ഞത് ഏപ്രിൽ 7 തിങ്കളാഴ്ചയാണ്. സെൻസെക്സിൽ 3200 പോയിന്റ് വരെ ഇടിഞ്ഞപ്പോൾ ഇല്ലാതായത് 19 ലക്ഷം കോടി രൂപയാണ്. 400 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ അത് വലിയ തുകയല്ല. പക്ഷേ നിക്ഷേപകരുടെ ലാഭമാണ് ഇല്ലാതായത്. പലരും കൊടിയ നഷ്ടത്തിലേക്ക് വീഴുകയും ചെയ്തു. 500 രൂപയ്ക്ക് വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ വില 300 രൂപയിലേക്ക് വീണാൽ സംഭവിക്കുന്നതാണ് ഓഹരി വിപണിയിലും കാണുന്നത്. ഇനി വിപണിയെ രക്ഷിക്കാൻ വലിയ തോതിൽ നിക്ഷേപമെത്തണം. അമേരിക്കയും ചൈനയും നടത്തുന്ന ഈ തീരുവ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാം പഴയപടിയായാൽ വിപണി താൽക്കാലികമായി ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം. അത് പക്ഷേ തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും. പൂർണ്ണമായും തിരിച്ചു വരാൻ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എത്തണം. അതിന് അമേരിക്കയ്ക്കും ചൈനയ്ക്കും കഴിയുമോ? ട്രഷറി പൂട്ടുന്ന സ്ഥിതിയിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചാണ് ആ പ്രതിസന്ധി മറികടന്നത്. കടമെടുത്ത് മാത്രം ഒരു സാമ്പത്തിക പ്രതിസന്ധി ക്രമത്തിനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമേരിക്കയുടെ കടം GDPയുടെ 120%, ചൈനയുടേത് 77%. ഇന്ത്യയുടെ കടം GDPയുടെ 83% ഇപ്പോൾ. യൂറോപ്യൻ യൂണിയന്റേത് GDPയുടെ 76% വരുമാനവും. അതായത് രാജ്യങ്ങളെല്ലാം എടുക്കാവുന്നതിന്റെ പരമാവധി തുക കടമായി എടുത്തു കഴിഞ്ഞു.
ഇനി കടമെടുത്ത് വിപണി ഉണർത്തുക എന്നത് ഏറെക്കുറെ അസാധ്യവുമാണ്. കൂടുതൽ തുക വിപണിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കോർപ്പറേറ്റ് നിക്ഷേപകരെല്ലാം വലിയ പ്രതിസന്ധിയുടെ ഓരത്താണ്. വിപണിയിൽ നിക്ഷേപിച്ച് പണത്തിൽ നിന്നും ഒന്നും തിരികെ ലഭിക്കാത്ത സ്ഥിതിയാണ്. വലിയ തോതിൽ സ്വകാര്യ നിക്ഷേപം വരാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നന്നേ കുറവും. ഇപ്പോഴത്തെ ഓഹരി തകർച്ച എല്ലാവർക്കുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. ഇതിലും വലിയ പ്രതിസന്ധികൾ വന്നാലും നേരിടണം എന്നാണ് ഈ ഓഹരി തകർച്ച ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.